റോത്തർ ലോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജെറിക്ക നമ്മൾ എടുത്തുകൊണ്ട് വന്നായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത് സെറ്റ് ചെയ്യാൻ പോകണം. ഞാൻ നട്ടും ബോൾട്ടും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു നാളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബെല്ലേ കണ്ടോ നിങ്ങൾ? ബെല്ല ഇപ്പം പുറത്ത് കെട്ടിയിട്ടേക്കാണ്. ഇപ്പോഴാണല്ലേ ചാട്ടമാണ്, വെളിയിൽ ചാട്ടമാണ് എപ്പോഴും. അപ്പം നമുക്ക് എന്തായാലും ജെറിക്കാൻ സെറ്റ് ചെയ്യാൻ നമുക്ക് പുറകെ ഇരിക്കുമായിരുന്നു സാധനം. എന്തേ ഇരിക്കുന്നു. നമ്മൾ വണ്ടിയൊക്കെ ഇറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ അവിടെ ഇച്ചിരി വെട്ടത്തിൻ്റെ കുറവായതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി എടുത്തില്ല. അതുകൊണ്ട് വണ്ടി ഇറക്കിയിട്ട് നമ്മുടെ കുട്ടി ടൂൾ ബോക്സും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാം നമുക്ക്. ഞാൻ ഇതിപ്പോൾ കാണിക്കുന്നത് ഇതാണ് 10ൻ്റെ 4 നട്ടും ബോൾട്ടും, പിന്നെ അതിന് വാഷറും മേടിച്ചിട്ടുണ്ട്. 4 വാഷറും മേടിച്ചിട്ടുണ്ട്. 4 എണ്ണമാണ് മേടിച്ചേക്കുന്നത്. ഇത് നമുക്ക് ഇനി ജസ്റ്റ് ഡയറക്റ്റ് അതിനകത്തോട്ട് മൗണ്ട് ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് നേരത്തെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നാല് ക്ലാമ്പ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി 4 ക്ലാമ്പ്. അതാണ് ഈ പടുത പോലും ഫുൾ ഒട്ടിക്കാൻ പറ്റാത്തത്. ഇങ്ങനെ ജസ്റ്റ് കയറ്റി വെച്ച് ഒട്ടിക്കാൻ പറ്റാത്തത്. ഇതിനകത്ത് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. നേരത്തെ അതിനുള്ള പ്രൊവിഷൻ ഈ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 എണ്ണത്തിനകത്ത് നമ്മൾ ജസ്റ്റ് കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യും. എത്രയേ ഉള്ളൂ പരിപാടി.
പരിപാടി കഴിഞ്ഞു, സെറ്റ് ചെയ്തു. ഇത്തിരി ടാസ്ക് ആയിരുന്നു, അകത്തോട്ട് ടൈറ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. 2 പേരുടെ പണിയില്ലാതെ അത് ആ വീഡിയോ മുറുക്കുന്നൊന്നും അധികം വീഡിയോ എടുക്കാൻ ടൈറ്റ് ചെയ്യുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. 2 പേരില്ലാതെ ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നത്. ഒരാളകത്തുനിന്ന് പിടിച്ചു കഴിഞ്ഞാലേ ടൈറ്റ് ആകത്തുള്ളൂ. നല്ല കിടന്ന് ഈ നട്ടും ബോൾട്ടും കൊണ്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പൂട്ട് ഞാൻ ഇതിൻ്റെ കീ അതിനകത്ത് കീ സെറ്റിനകത്ത് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല, ഞാനത് എടുത്ത് കളഞ്ഞായിരുന്നു അബദ്ധത്തിൽ. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇതെന്തായാലും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അപ്പം അത് ചെയ്യാൻ പോകുമ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ലോക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ഒട്ടും വെച്ച് നോക്കുക. സംഭവം സെറ്റാണ്. പഴുത ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. ഇനിയിപ്പം നേരത്തെ പോലെ പഴുത ചുമ്മാ എടുത്താൽ ഇടാൻ പറ്റില്ല. നമ്മളിത്തിരി സൈഡിൽ കൂടെ എടുത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സെറ്റായിട്ടുണ്ട്. അപ്പം ഇത് കറക്റ്റ് ഒതുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ക്ലാമ്പും എല്ലാം പുള്ളി അതനുസരിച്ച് തന്നെ ബോഡിയിലോട് പുറത്തോട്ടൊന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതെ തന്നെ കറക്റ്റായിട്ട് പക്കയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ്. അത് കാണുമ്പോഴേ അറിയാം. അതിൻ്റെ ഒരു എടുപ്പായിട്ടുണ്ട് പുറമെ നോക്കുമ്പോൾ. ഇനി ഈ നമ്പർ പ്ലേറ്റ് ഇവിടുന്ന് മാറ്റിയിട്ട് എനിക്ക് മേളിലോട്ടാക്കണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചുമ്മാ ഫ്രീ ആയിട്ട് ഇട്ടേക്കുവാണ്. അതൊരു ലുക്കാണ്. ഒരു ഓഫ് റോഡ് ആ ഒരു ഇതിലൊക്കെ നമ്മുടെ ഷോക്കിൻ്റെ പ്ലേറ്റും എല്ലാം കാണുന്ന രീതിയിലാക്കുക. എന്നിട്ട് ആ നമ്പർ പ്ലേറ്റ് ഒരെണ്ണം മാത്രം എടുത്ത് ചെറിയ നമ്പർ പ്ലേറ്റ് അടിച്ചിട്ട് അവിടോട്ട് വെക്കാനാണ് പ്ലാൻ. അത് ചെയ്യണം ഇനി എന്തായാലും. ഇനി ഇത് കാരണം അടിക്കും, അതാണൊരു പ്രശ്നം. നോക്കിയിട്ട് അങ്ങനത്തെ എങ്ങനെയെങ്കിലും ഇട്ട് ചുമ്മാ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കണം. ഇപ്പം വെറുതെ ചുമ്മാ കട്ട് ചെയ്യുന്നിടവരെങ്കിലും, അല്ലെങ്കിൽ ഈ ഇത് കിടന്ന സാധനം. പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് വേറെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോണറ്റ് ക്ലിപ്പ് പെയിൻറ്റ് ചെയ്യണമെന്ന്, ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യണമെന്ന്. ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ, ബോണറ്റ് ക്ലിപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ട് പിന്നെ ഏരിയയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏരിയയിലും പെയിൻറ്റ് ചെയ്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ കിട്ടിയപ്പം മറ്റേ ക്രോം ഫിനിഷ് ആയിരുന്നു. അത് മാറ്റിയിട്ട് അത് മൊത്തം റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് അടിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഗ്രില്ലുണ്ടല്ലോ, ഇൻഡിക്കേറ്റർ ഗ്രിൽ സെറ്റും ഇതും ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 2 എണ്ണം. ഇതൊക്കെ ഇന്നലത്തെ പരിപാടിയായിരുന്നു. ഇനിയിപ്പോൾ 2 മിററുണ്ടല്ലോ, അതും കൂടെ ബ്ലാക്ക് ചെയ്യണമെന്നുണ്ട്. അതിന് ചെയ്യാം, പതുക്കെ ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് പതുക്കെ സമയം കിട്ടുന്നതനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഏരിയയിലും കൂടെ ഉണ്ടായിരുന്നു, ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുള്ളൂ എന്തായാലും ഇതിനകത്ത്. 2 എണ്ണം വെച്ചാൽ വൃത്തികേടാവും. ഇത് ഒരെണ്ണം ആകുമ്പോൾ ഒരു ക്ലാസിക് ലുക്കാണ്, വിൻറ്റേജ് ലുക്ക്. 2 എണ്ണമൊക്കെ ബോറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ